നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസം 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 മീനമാസം 16 മുതൽ മീനമാസം 22 വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ശുക്രനാണ്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ മകൻ നക്ഷത്രത്തിലാണ് നാം വാരഫലം ഇവിടെ പ്രവചിക്കുന്നത്. അതിനാൽ ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, മീനത്തിൽ ആദിത്യനും ശനിയും. ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നി രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 6-ാം ഭാവത്തിലാണ് ചൊവ്വയും ബുധനും, 7-ാം ഭാവത്തിൽ സൂര്യനും ശനിയും, അഷ്ടമത്തിൽ ശുക്രൻ, 10-ൽ വ്യാഴം, 12-ാം ഭാവത്തിൽ ചന്ദ്രനും കേതുവും. ഈ ഒരു വാരം മീനൻ രാശിക്കാർക്ക് ഒരു പ്രതീക്ഷാ നിർഭരമായ വാരമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ഗ്രഹങ്ങളും വളരെ ദുർബലമായാണ് നിൽക്കുന്നത്. കർമാധിപനായ ബുധൻ നിൽക്കുന്നത് വളരെ ദുർബലമായി 6-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിൽ സൂര്യനും ശനിയും, അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്, ധനാധിപൻ. ഇവിടെ നിർബന്ധമായും നിങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിലേക്ക് വിളക്കിലേക്ക് എണ്ണയും തിരിയും വരുന്നുണ്ട്. ഉത്സവ സമയം വരുമ്പോൾ അവിടെ നിർബന്ധമായും അവിടെ അന്നദാനം ചെയ്യണം. പലപ്പോഴും ധർമ്മദൈവങ്ങളുടെ ഉത്തരവാദിത്വം തനിക്ക് ലഭിക്കാം. അവിടെ പ്രസിഡൻ്റായാലും അല്ലെങ്കിൽ സെക്രട്ടറി ആയാലും ട്രഷററായാലും അങ്ങനെയുള്ള പദവികളൊക്കെ തന്നെ തേടി വരും. അതിൽ അഭിമാനിക്കുക, ധർമ്മദൈവ പ്രീതി ചെയ്യുക. ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറവാടുകൾ, ധർമ്മദൈവം നന്നാവട്ടെ, തറവാട് ഉയർന്നു വരട്ടെ എന്ന പ്രാർത്ഥന മുന്നോട്ട് നീങ്ങുക. പലപ്പോഴും ഇവിടെ അങ്ങേയറ്റം ശത്രുദോഷമുണ്ടാകും. വിരോധോ ജനാനാം നിരോധോ രിപൂണാം പ്രബോധോ യദീനാം ച രോധോനിരാനാം. ജനങ്ങൾ തടസ്സമുണ്ടാകും, ശത്രുക്കൾ തൻ്റെ മാർഗത്തെ ബുദ്ധിമുട്ടിപ്പിക്കും. അതുമാത്രമല്ല, പലപ്പോഴും കർമ്മമേഖലയിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ നോക്കണം. അവരുടെ പേര് പത്രങ്ങളിൽ വരും. രേഖാപതിയായ ഗ്രഹം ബുധൻ ദുർബലമായി 6-ൽ നിൽക്കുന്നു. പലപ്പോഴും രേഖയിലൂടെ ചതി വരാം, തൻ്റെ സഹപ്രവർത്തകർ തന്നെ ചതിക്കാം, തന്നെ ഒറ്റുകൊടുക്കും. ഈ രീതിയിലുള്ള ധാരാളം ക്ലേശങ്ങൾ ഉണ്ടാകും. നിർബന്ധമായും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം? പാനകം, തുളസിമാല, ഭാഗ്യസൂക്താത്തിന് വഴിപാടായി ചെയ്യുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ. ഈ പ്രാർത്ഥന വളരെയധികം ഉപകാരപ്രദമാകും കന്നി രാശിക്കാർക്കെന്നറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദാമ്പത്യത്തിന് വലിയ വലിയ ക്ലേശങ്ങൾ വരും. 7-ാം ഭാവത്തിൽ സൂര്യനാണ്. സ്ത്രീബിർഗത പരിഭവം മതകേ പതങ്കേ. 7 സൂര്യൻ വന്നാൽ സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാകും വളരെയധികം. അതുമാത്രമല്ല, 7-ാം ഭാവത്തിൽ വന്നാൽ കച്ചവടത്തിൽ ലാഭം വളരെ കുറയും. പലപ്പോഴും ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം വളരെയധികം ഉണ്ടാകും. അതുകൊണ്ടാണ് പാനകവും തുളസിമാലയും വഴിപാടായി സമർപ്പിക്കുവാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ദ്യുനാഥയത ദ്യൂന യാദോ നരസ്യ പ്രിയാതാപനം പിണ്ടപീഡാജ ചിന്ത. 7-ാം ഭാവത്തിൽ സൂര്യൻ വരുന്നത് പിണ്ടപീഡ ഉണ്ടാകും. ഇവിടെ അച്ഛൻ മുതലായവർക്ക് വളരെ ദോഷമാണ്. 9-ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ്. അതിനാൽ അച്ഛൻ്റെ ആരോഗ്യവിഷയം വളരെയധികം ശ്രദ്ധിക്കണം. പ്രിയാതാപനം, തൻ്റെ ഭാര്യയ്ക്ക് പ്രിയപ്പെട്ടവർക്ക് ദുഃഖം കൊടുക്കുമെന്നാണ്. ഭാര്യയായാലും അന്യസ്ത്രീയായാലും ശ്രദ്ധിക്കണം. സ്നേഹത്തിലൂടെ ദുഃഖം വരും. ശുക്രൻ അഷ്ടമത്തിലാണ്. വളരെ സെൻസിറ്റീവായ പ്ലാനറ്റാണ് ശുക്രൻ. അതിനാൽ പലപ്പോഴും സൗഹൃദം തകർന്നു പോകും. സൗഹൃദത്തിലൂടെ തനിക്ക് വലിയ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്ന വാരമാണിതെന്ന് അറിയുക. പരിഹാരങ്ങൾ ചെയ്യുക. നന്ദി, നമസ്തേ.